ഹലോ പ്ലസ് വൺ മക്കളെ, ജൂൺ 2-ാം തീയതി സ്കൂളുകൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് നമ്മളൊരു ആഘോഷമായിട്ടാണ് കൊണ്ടാടാറുള്ളത്. പ്രവേശനോത്സവം എന്ന പേരിൽ ആകെ മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, സ്കൂളൊന്നും ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളാണെങ്കിലും വലിയ ക്ലാസ് കുട്ടികളാണെങ്കിലും മിക്കവാറും അന്ന് അവരെ സ്കൂളുകൾ വരവേൽക്കുന്നത് ചെണ്ടമേളത്തോടൊക്കെ ആയിട്ട് വലിയൊരു ഒരു ഉത്സാഹം അല്ലെങ്കിൽ സ്കൂളിലോട്ട് വരുന്ന ഒരു പോസിറ്റീവ് ഒരു വൈബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഈ പ്രവേശനോത്സവം നടത്താറുള്ളത്. ആ ഒരു എനർജി ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി കുട്ടികളിലായാലും ടീച്ചേഴ്സിനായാലും പാരൻസിനായാലും ആ ഒരു അക്കാഡമിക് ഇയറിലെ ആ ഒരു മുന്നോട്ടുള്ള ഊർജ്ജം നൽകുന്നത്. ഇത്തവണ ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികൾ ജൂൺ 2-ാം തീയതി ഉത്സവമായി ആഘോഷിച്ചാലും ഇത്തവണ +2-ലേക്കുള്ള, അതായത് കഴിഞ്ഞ വർഷം +1 എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികൾ ഉറപ്പായും അവർക്കതൊരു ഉത്സവമാവില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ്സ്, നമ്മളെ +1 +2 അപ്ഡേറ്റ്സ് കിട്ടുന്ന വെബ്സൈറ്റ്സിലെല്ലാം ജൂൺ 3-ാം തീയതി 1 മണിയാവുമ്പോൾ നിങ്ങളെ +1 റിസൾട്ട് വരുന്ന അപ്ഡേറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതുമായി നമ്മൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത സമയത്ത് അതിൽ കൃത്യമാണ്, അതിൽ ജൂൺ 3-ാം തീയതി വരുന്നതായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ നമ്മൾ എന്തുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്കൂളിൽ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യാണ്, റിസൾട്ട് കൊണ്ടുവെക്കുകയാണ്. അല്പം ചിലപ്പോൾ ചില കൂടി ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. കാരണം സ്കൂളിൽ തുടങ്ങുന്ന പിറ്റേ ദിവസമല്ലേ. ഇതിപ്പോൾ എന്ത് ചെയ്തു, മാറ്റി. ഒഫീഷ്യലായി വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു തിരുത്ത് വന്നിട്ടുണ്ട്. ജൂൺ 2-ാം തീയതി, അതായത് ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്, ഇൻ 2 days. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതിൽ 2 days, അതായത് നിങ്ങളെ സ്കൂൾ തുറക്കുന്ന അന്ന് 2-ാം തീയതി 3 മണിക്ക് റിസൾട്ട് വരുന്നതായിരിക്കും. തീർന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 2-ാം തീയതി ഫ്രണ്ട്സിനൊക്കെ കണ്ട് ഒരുപാട് വെക്കേഷന് ശേഷം തിരിച്ചു എല്ലാവരും കൂടി ഒന്ന് ചില്ലാക്കാനും അല്ലെ, ഒരു ചിലപ്പോൾ പഠിക്കാനൊക്കെ തീരുമാനമായിട്ട് നല്ലൊരു പോസിറ്റീവ് മൂഡിൽ നിൽക്കുന്ന സമയത്ത് മുടി. കാരണം എന്താ, ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കന്ന് ആഘോഷിക്കാൻ പറ്റുമോ? 1-ാം തീയതി എല്ലാവരും പിറ്റേന്ന് പുത്തൻ ഡ്രസ്സും പുത്തൻ യൂണിഫോമോ പുത്തൻ ബാഗും പുത്തൻ ഷൂസും ഒക്കെ ആയിട്ട് കൂടെയുള്ള കുട്ടികളൊക്കെ കാണാൻ പോകുന്ന ആവശ്യം നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലെന്തായിരിക്കും, നാളെ വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചായിരിക്കും അല്ലേ. 2-ാം തീയതി റിസൾട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും 1-ാം തീയതി ഒരു +1 വിദ്യാർത്ഥി, ഒരു ആവറേജ് എന്നാൽ ഒരു എബോവ് ആവറേജ് വിദ്യാർത്ഥിക്ക് പോലും അന്ന് ഉറക്കം നഷ്ടപ്പെടും. ഫസ്റ്റ് ഡേ തന്നെ ഡൾ ഡേ ആയിരിക്കും. എന്തായാലും ഇത് വേണ്ടിയിരുന്നില്ല. എന്നാൽ ഈ റിസൾട്ട് വരുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. കുറച്ച് നേരത്തെ റിസൾട്ട് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഒരാഴ്ച മുമ്പാക്കാമായിരുന്നു അവർക്കൊക്കെ തീർത്തിട്ട്, അല്ലെങ്കിൽ ഒരാഴ്ച പിറകോട്ടാക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇനി എപ്പോഴാണ്? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം +2 എക്സാമിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് നേരത്തെ +1 റിസൾട്ട് വന്നുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് ആ ഒരു ഫസ്റ്റ് ഡേ എന്നെ കൊണ്ടുവെക്കുന്ന ഒരു രസം കൊല്ലി പരിപാടിയല്ലേ. അതിൽ എനിക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഡേ എന്നെ കൊണ്ടുവെക്കുന്നില്ല. ഒരു 1 വീക്ക് അങ്ങോട്ടോ അല്ലെ 1 വീക്ക് ഇങ്ങോട്ടോ നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നും താഴെ പറയണേ. ആരും തെറിയൊന്നും വിളിക്കരുത്, വിദ്യാഭ്യാസ വകുപ്പിനെ ഒന്നും തെറി വിളിക്കരുത്. അവരെത്രയും നേരത്തെ റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അത് ആ ഒരു ടൈമിങ് അത്ര കറക്റ്റ് അല്ല. അത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. കാരണം അന്നത്തെ ഡേ എങ്കിലും കുട്ടികൾ എന്ത് ചെയ്യണം, ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ബാക്കിയുള്ള കുട്ടികളെ കൂടെ ഒരു +2 എത്തിയ കുട്ടികളുടെ ആ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ഒന്ന് ആസ്വദിച്ചോട്ടെ. ഒരു ആഴ്ച ലേറ്റ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അത് ലേറ്റ് ആക്കാൻ ഞങ്ങൾ എഡ്യൂ ബോർഡ് റിക്വസ്റ്റ് ചെയ്തൊന്നും പറയരുത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. +2 റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഈ ചാനലിലായിരിക്കും അപ്ഡേറ്റ്സ് തരിക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മിക്കവാറും നിങ്ങൾ എഡ്യൂ ബോർഡിൻ്റെ +1 ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എനിക്ക് അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +1 ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മക്കളെ +1-ൽ തോൽവിയില്ല കേട്ടോ. +1-ൽ തോൽവിയില്ല. സോ ഡോണ്ട് വറി. നിങ്ങൾക്ക് തോൽവി എന്ന ഒരു സംഭവം നിങ്ങൾ ഫേസ് ചെയ്യേണ്ട. +1-ൽ ഇൻ കേസ് മാർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, 2-ാം തീയതി റിസൾട്ട് വരുമ്പോൾ മാർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സും കൂടെ ഉണ്ടാവും. എല്ലാവരും കൂടി പരിശ്രമിച്ച് കഴിഞ്ഞാൽ +2 നന്നായി പഠിച്ച് +2 എക്സാമിൻ്റെ കൂടെ +1 ഇമ്പ്രൂവ് ഒക്കെ ചെയ്ത് നല്ലൊരു മാർക്ക് വാങ്ങാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. സോ ഒരു ലോകാവസാനം ഒന്നുമല്ല. അപ്പോൾ പേടിക്കേണ്ട. 2-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂൾ പൂരപ്പറമ്പാക്കുക. പല കുട്ടികളും ലീവ് എടുത്ത് വീട്ടിലിരിക്കാനൊരു പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനൊക്കെ മാറ്റി വെച്ചോ. 2-ാം തീയതി ആദ്യത്തെ ദിവസം നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് തീരുമാനം എടുക്കേണ്ട. സ്കൂളിൽ പോടാ, റിസൾട്ട് വരട്ടെ, എന്ത് തന്നെ ആവട്ടെ. നിങ്ങൾ വിചാരിച്ചതിൻ്റെ മുകളിൽ മാർക്ക് ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, മാർക്കില്ല, കുഴപ്പമില്ല. നിങ്ങൾ സ്കൂളിൽ പോവുക. അന്ന് പ്രവേശനോത്സവം മൊത്തത്തിലുള്ള ഒരു ആഘോഷ മൂഡ് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ അന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. റിസൾട്ട് വരുന്ന പോലെ നമുക്ക് കാണാം. അപ്പോൾ അന്ന് റിസൾട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടാണെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും. അത് ഈ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. എല്ലാവരും ഒരു ടെൻഷനിലായിരിക്കാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും
അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആശ്വാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു പോസിറ്റീവ് കൂടി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിർബന്ധമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളത്.